ഹലോ കൂട്ടുകാരെ, ഈ ഒരു വീഡിയോയിലൂടെ ഇന്ന് നമുക്ക് സോൾമേറ്റ്സുമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്ന എത്രിക് കോഡ്സ് അല്ലെങ്കിൽ എനർജറ്റിക് കോഡ്സ് എന്താണെന്നും അത് ആ ഒരു സോൾ കോൺട്രാക്റ്റിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുമെന്നും മനസ്സിലാക്കാം. അതിനു മുമ്പായിട്ട് സോൾമേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സോളിൻ്റെ സിമിലർ വൈബ്രേഷനിലുള്ള സോൾസ് സോൾ കോൺട്രാക്റ്റിൻ്റെ അനുസരിച്ച് നമ്മളുടെ പർപ്പസിന് ഹെൽപ്പ് ചെയ്യുന്ന സോൾസ് ആയിരിക്കും സോൾമേറ്റ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സോളിൻ്റെ ഗ്രോത്തിന്, അതിപ്പം ഏതൊരു സ്പിരിച്വൽ ജേർണിയിലുള്ളവർക്കും, സോൾ ജേർണീസിലുള്ളവർക്കും ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ളവർക്കുമൊക്കെയും നമ്മുടെ സോളിൻ്റെ ആ ഒരു സ്പിരിച്വൽ ഗ്രോത്തിന് ഹെൽപ്പായിട്ട് നിൽക്കുന്ന, അധികം ട്രിഗർ തരാതെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന സോൾസ് ആയിരിക്കും സോൾമേറ്റ്സ് എന്ന് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ സ്പിരിച്വൽ അവേക്കനിങ്ങിലൊക്കെ വരുമ്പോൾ നമ്മളുടെ ചുറ്റുമുള്ള ഒത്തിരി കോണ്ടാക്ട്സ് കാണും. അതുവരെയുള്ള ആ ഒരു സൊസൈറ്റി നോംസിൻ്റെ അനുസരിച്ച് നമ്മൾ ജീവിച്ചിരുന്ന പല കാര്യങ്ങൾ, പല ബന്ധങ്ങൾ നമ്മളുടെ ലൈഫിൽ നിന്നും പോകാൻ തുടങ്ങും. അതായത് പെട്ടെന്ന് ഒന്നും പറയാതെ പോകുന്നവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാർമിക് ക്ലിയറൻസിലൂടെ നമ്മളിൽ നിന്നും ക്ലിയറായി പോകുന്ന പല ബന്ധങ്ങളും കാണും. എന്നാൽ ഇങ്ങനെയൊക്കെ പോകുമ്പോഴും, നമ്മൾ ഐസൊലേഷനിലിരിക്കുമ്പോഴും നമ്മൾക്ക് ഏതെങ്കിലും ഒരു ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞാൽ യൂണിവേഴ്സ് ആ ഒരു സോൾസിൻ്റെ രൂപത്തിലായിരിക്കും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. അതാണ് ശരിക്കും പറഞ്ഞാൽ സോൾമേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇവർ ട്രിഗർ അധികം തരാത്തത് കൊണ്ട് തന്നെ നമ്മൾ എന്താണോ ചെയ്യുന്നത്, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സോൾമേറ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു സോൾമേറ്റ് ആണെങ്കിൽ ഈ വീഡിയോ കേട്ടിട്ട് നന്നായിട്ടുണ്ടെന്ന് പറയും. അതേസമയം ഒരു കാർമിക് ആണെങ്കിൽ അവർക്ക് മനസ്സിലാവില്ല, അല്ലേ? ഇതെന്താണ് പറയുന്നതെന്ന് പോലും മനസ്സിലാവാനുള്ള പോസിബിലിറ്റി കുറവാണ്. ആൻഡ് ആ ഒരു വൈബ്രേഷണൽ മിസ്മാച്ച് അവർക്ക് ഫീലാകും. അതേസമയം എൻ്റെ ട്വിൻ ഫ്ലെയിം ആണെങ്കിൽ ഇതിൽ എന്തെങ്കിലും ഒരു സബ് കോൺഷ്യസ്ലി അല്ലെങ്കിൽ ഇതിൽ ആഡ് ഓൺ ആവാത്ത ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ, സബ് കോൺഷ്യസ്ലി വിട്ടുപോയ ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അതെടുത്ത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് സോൾമേറ്റ്സ് എന്ന് പറയുന്നത്. സ്പിരിച്വൽ അവേക്കനിങ്ങിൽ വരുമ്പോൾ നമ്മളൊക്കെയും ഇങ്ങനെ കണക്റ്റ് ആവുന്ന, ഇപ്പോൾ നമ്മളൊക്കെ ഒരു സോൾ ട്രൈബ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഈ ഒരു ജേർണിയിൽ വന്നു കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് സോൾസിനെ യൂണിവേഴ്സായിട്ട് ആ ഒരു സോൾ കോൺട്രാക്റ്റിൻ്റെ അനുസരിച്ച് എർത്തി ഇൻകാർണേഷനിൽ വിടും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പല വീഡിയോസായിട്ടും ആൾക്കാരായിട്ടും നിങ്ങളുടെ മുമ്പിലേക്ക് പല പ്രാവശ്യം, അതായത് അവേക്കനിങ്ങിലേക്ക് വരുമ്പോൾ പല കാര്യങ്ങളിലൂടെ നിങ്ങൾ കണക്ട് ചെയ്യപ്പെടുന്ന, ബേസിക്കായിട്ടും പറഞ്ഞാൽ. അപ്പോൾ സോൾ കോൺട്രാക്ട്സ് അല്ലെങ്കിൽ സോൾമേറ്റ്സുമായിട്ടുള്ള ഒരു കോൺട്രാക്ട്സിൽ എത്രിക് കോഡ്സിൻ്റെ അല്ലെങ്കിൽ എനർജി കോഡ്സിൻ്റെ പ്രസക്തി എന്താണ്? അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കോഡ്സ് ആയിരിക്കും നമ്മളുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതായത് ഹെൽപ്പിംഗ് ആയതുകൊണ്ട് തന്നെ, അധികം ട്രിഗർ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ളപ്പം ഹെൽപ്ഫുള്ളായിട്ട് യൂണിവേഴ്സിൻ്റെ ആ ഒരു മെസ്സേജിൻ്റെ അനുസരിച്ച് അവർ നമ്മളുടെ ലൈഫിൽ വരുന്നത് കൊണ്ട് തന്നെ ഇതൊരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജറ്റിക് കോഡ്സ് ആയിരിക്കും കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇത് യൂണിവേഴ്സിനാൽ കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കോഡ്സാണ്. പക്ഷേ എപ്പോഴാണ് ഇതൊരു നെഗറ്റീവ് എത്രിക് കോഡ്സിലേക്ക് മാറുന്നത് അല്ലെങ്കിൽ എനർജറ്റിക് കോഡ്സിലേക്ക് മാറുന്നതെന്ന് മനസ്സിലാക്കാം. ഈ പറഞ്ഞ പോലെ ഐസൊലേഷൻ്റെ സമയത്ത് വളരെ കുറച്ച് പേരായിരിക്കാം നമ്മളുടെ ലൈഫിൽ ഉള്ളത്, അല്ലെങ്കിൽ പുതിയതായിട്ട് കണക്ട് സോൾസ്. അതിപ്പം ഡയറക്റ്റ് ആവാം, ഇൻഡയറക്റ്റായിട്ടും ഒക്കെ നമ്മളിലേക്ക് കണക്ട് ചെയ്യപ്പെടാം. അപ്പോൾ അവരിലേക്ക് അറിഞ്ഞോ അറിയാതെ ഒരു കോഡിപ്പെൻഡൻസി വരികയാണെങ്കിൽ, അവരിലേക്ക് ഒരു അറ്റാച്ച്മെൻറ്റ് വരികയാണെങ്കിൽ, അവരിലേക്ക് ഒരു ഡിസിഷൻ മേക്കിംഗ് ഇല്ലാണ്ട്, അതായത് എല്ലാത്തിനും ആ ഒരു സോൾസിലേക്ക് നമ്മൾ കൂടുതൽ അറ്റാച്ചായിട്ട് നിൽക്കുകയാണെങ്കിൽ അവിടെ ഒരു നെഗറ്റീവ് കോഡാണ് കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ നമ്മൾക്കൊരു സ്പിരിച്വൽ അവേക്കനിങ് യൂണിവേഴ്സായിട്ട് തരുമ്പോൾ നമ്മളുടെ എനർജീനെ സോഴ്സ് എനർജിയുമായിട്ട് കണക്റ്റ് ആവാനായിട്ടാണ് ആ ഒരു അവേക്കനിങ്ങിലേക്ക് നമ്മളെ യൂണിവേഴ്സ് ഫോഴ്സിബിളി തള്ളിവിടുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഡിവൈൻ സോഴ്സുമായിട്ടാണ് കണക്റ്റ് ആവേണ്ടത്, അല്ലേ?
സ്പിരിച്വൽ അവേക്കനിങ്ങിൽ വരുന്ന ഒരു സോള് ഡിവൈൻ സോഴ്സുമായിട്ടാണ് കണക്റ്റ് ആവേണ്ടത്. അതിപ്പം ദൈവങ്ങളുടെ രൂപത്തിലാവാം, ദൈവങ്ങളുടെ നാമജപത്തിലൂടാവാം, മെഡിറ്റേഷനിലൂടാവാം, ജേർണലിംഗ് ആവാം, പല പല സ്പിരിച്വൽ ടൂൾസിലൂടെ അവർ ഇന്നർ സെൽഫിലേക്ക് കണക്റ്റ് ആയിട്ട് ആ ഇന്നർ സെൽഫിലൂടെ അവർ യൂണിവേഴ്സൽ എനർജിയിലേക്കാണ് കണക്റ്റ് ആവേണ്ടത്. അപ്പോൾ നമ്മൾക്കും ഈ ഒരു സോഴ്സ് എനർജിക്കും ഇടയ്ക്ക് നമ്മൾ ഏതൊരു കാര്യത്തെ സോഴ്സ് ആക്കിയാലും, ഏതൊരു സോളിനെ സോഴ്സ് ആക്കിയാലും അതൊരു നെഗറ്റീവ് കോഡാണ് അവിടേക്ക് കണക്റ്റ് ആകുന്നത്. അതിപ്പം ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് കണക്റ്റഡ് ആയിട്ട് തോന്നാം. പക്ഷേ ഇതേപോലെ വീഡിയോസ് ഇടുന്ന മെൻറ്റേഴ്സ് കാണും, അല്ലെങ്കിൽ ഗൈഡ്സ് കാണും. ഞാൻ ഗുരു എന്നൊന്നും പറയില്ല, കാരണം എല്ലാവരും ഇപ്പം ഞാനാണെങ്കിലും നിങ്ങളിലൂടെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ഗൈഡ്സൊക്കെയും അവരിലേക്ക് കൂടുതലായിട്ട് നിങ്ങൾ കണക്റ്റ് ആവുന്നുണ്ട്, ശരി. പക്ഷേ അവരിലേക്ക് കൂടുതൽ കോഡിപ്പെൻഡൻസി കാണിക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്? അവർക്ക് പേഴ്സണലായിട്ട് ഒത്തിരി മെസ്സേജുകൾ അയയ്ക്കുക, അല്ലെങ്കിൽ അവരുടെ എനർജറ്റിക് ഫീൽഡിലേക്ക് ഒരു നെഗറ്റീവ് വൈബ്രേഷനാണ് അതിലൂടെയൊക്കെയും, ഒരു അറ്റാച്ച്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അത് അങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഡിവൈൻ സോഴ്സിനെ അല്ല, ഇനി ഒരു സോളിനെ ഇവിടെ സോഴ്സ് ആക്കിയത് കൊണ്ട് തന്നെ ഇത് പിന്നെയും അറിഞ്ഞോ അറിയാതെയോ ഒരു നെഗറ്റീവ് വൈബ്രേഷൻ നമുക്കവിടെ നമ്മളുടെ എനർജറ്റിക് ഫീൽഡിലേക്ക് കൊണ്ടുവരുന്നതാണ്. ഇനി ഇതല്ലാണ്ട് ഈ ഒരു സോൾ ട്രൈബ് അല്ലെങ്കിൽ നമ്മളുടെ ഐസൊലേഷൻ ടൈമിൽ അല്ലാണ്ട് വരുന്ന എനർജറ്റിക് കോഡ്സ് സോൾമേറ്റ്സിൽ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ് പാർട്ട്ണർഷിപ്സ് ഉണ്ടെങ്കിൽ അതായത് നമ്മുടെ റിലേഷൻഷിപ്സ് ബേസിക്കായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സിബ്ലിങ്സ് ആയിരിക്കാം, പേരൻസ് ആയിരിക്കാം, നമ്മളുടെ മക്കളായിരിക്കാം, നമ്മളുടെ പാർട്ട്നേഴ്സ് ആയിരിക്കാം. ഇതൊക്കെ ഒരു സോൾമേറ്റ് സിമിലർ വൈബ്രേഷനിലുള്ള സോൾസ് ആണെങ്കിൽ അവർ നമ്മളുടെ തീർച്ചയായിട്ടും നമ്മളുടെ പർപ്പസിൽ ഹെൽപ്പ് ചെയ്യുന്നവരായിരിക്കും. പക്ഷേ എഗെയിൻ ഇവിടെ ഒരു ഡിസയർ ഓറിയൻറ്റഡ് ആയിട്ട്, അതായത് ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ള പല സോൾസും ഈ ഒരു ജേർണിയിൽ വരുന്ന ഇൻറ്റൻസ് ട്രിഗേഴ്സിനെ അതിനെ ഫേസ് ചെയ്യാണ്ട് എപ്പോഴാണോ അവരുടെ സോൾമേറ്റായിട്ട് നിൽക്കുന്ന ലൈഫ് പാർട്ട്ണറിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്ത് അറ്റാച്ച്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് മൂവ് ആവാൻ തുടങ്ങുന്നത്, അപ്പോൾ അവിടെ നിന്നും നമുക്ക് ട്രിഗേഴ്സ് കിട്ടും. അതേപോലെ തന്നെ മക്കൾ സോൾമേറ്റ്സ് ആയിരിക്കാം പല ജേർണീസിലും. അപ്പോൾ സെയിം തിങ്, നമ്മൾ അവിടെ കൊടുക്കേണ്ട സ്നേഹം, അതായത് ആ ഒരു ട്രിഗേഴ്സിനെ ഫേസ് ചെയ്യാണ്ട് എൻ്റെ ലൈഫിൽ മക്കളുണ്ടല്ലോ, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഇന്ന ആളുണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ആ സ്നേഹത്തെ ഡയറക്റ്റ്ലി ഇങ്ങോട്ട് ഡയറക്ഷൻ മാറ്റാനായിട്ട് നോക്കുമ്പോൾ അത് കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും സോൾ ലെവലിൽ അവർക്ക് ആ ഒരു എനർജി എടുക്കാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയായിരിക്കും ഈ സോൾമേറ്റ്സ് ആണെങ്കിൽ പോലും അവിടെ നിന്നും നമുക്ക് ട്രിഗേഴ്സ് കിട്ടുന്നത്. സെയിം വേ സിബ്ലിങ്സ് ആണെങ്കിൽ, നമ്മളുടെ എംപ്ലോയർ ആണെങ്കിൽ, കൊളീഗ്സ് ആണെങ്കിൽ, ഫ്രണ്ട്സ് ആണെങ്കിലൊക്കെയും നമ്മൾ ഈ അറിഞ്ഞോ അറിയാതെയോ ഉള്ള ട്രിഗേഴ്സിനെ ഫേസ് ചെയ്യാണ്ട് ആ ഒരു എനർജീനെ സ്പിരിച്വൽ ബൈപ്പാസിംഗ് എന്നാണ് ആക്ച്വലി അതിനെ പറയുന്നത്. അതിനെ സപ്രസ് ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, ഇങ്ങോട്ട് നമ്മൾ ഡൈവേർട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ എനർജീനെ, അവിടുന്ന് പിന്നെയും നമുക്ക് ട്രിഗേഴ്സ് കിട്ടാൻ പോസിബിലിറ്റി കൂടുതലാണ്, ട്രിഗേഴ്സ് കിട്ടാറുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? അങ്ങനെ നെഗറ്റീവായിട്ടുള്ള കോട്ട്സ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ സോൾമേറ്റ് എന്ന് പറയുമ്പോൾ ലൈഫ് പാർട്ട്ണർ എന്നൊന്നും അല്ല അതിൻ്റെ മീനിങ്. ഒരു ഫ്രണ്ട് ആവാം, ഒരു ഗൈഡാവാം, ഒരു മെൻറ്ററാവാം, എൻ്റെ മക്കളാവാം. അവരോട് ഞാൻ കൂടുതലായിട്ട് അറ്റാച്ച്മെൻറ്റ് കാണിക്കുകയാണെങ്കിൽ ആ ഒരു സോളിൽ നിന്നോ, അതായത് ഓപ്പോസിറ്റിൽ ഉള്ള സോളിൽ തരുന്ന ഒരു ട്രിഗേഴ്സ്, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും അറിഞ്ഞോ അറിയാതെയോ ഈ ഒരു എനർജിനെ ഞാൻ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. ആദ്യം ജേർണലിംഗ് ചെയ്യുക. ജേർണലിംഗ് ചെയ്തിട്ട് ഡീപ്പ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുത്തുകൊണ്ട് വിഷ്വലൈസ് ചെയ്യുക. അതായത് ഒരു മെഡിറ്റേറ്റീവ് പോസ്ചറിൽ ഇരുന്നു കൊണ്ട് ഡീപ്പ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുത്തുകൊണ്ട് വിഷ്വലൈസ് ചെയ്യുക. എന്തൊക്കെ നെഗറ്റിവിറ്റിയാണ് അല്ലെങ്കിൽ എന്തൊക്കെ ലോവർ വൈബ്രേഷണൽ എനർജിയാണ് ഞാൻ ഈ ഒരു സോളിലേക്ക് കൊടുക്കുന്നത്. ഇനിയൊരു കാര്യം, മക്കളൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ഒത്തിരി കൺട്രോളിങ് ആവാറുണ്ട് പല കാര്യങ്ങളിലും. സ്പിരിച്വൽ അവേക്കനിങ്ങിൽ വന്നു കഴിയുമ്പം മനസ്സിലാക്കുക, ഈവൻ അവർ സോൾമേറ്റ്സ് ആണെങ്കിൽ പോലും ആ ഓരോ സോളിൻ്റെയും ജേർണി ഡിഫറെൻ്റ് ആണ്, അല്ലേ?
ദോ നമ്മളുടെ വോംബ് അവർ ചൂസ് ചെയ്തു, ബീയിങ് എ സോൾ നമ്മുടെ വോംബ് അവർ ചൂസ് ചെയ്തു, എന്നാൽ അവരുടെ സോൾ ലെസൻസ്, അവരുടെ ആ സോൾ കടന്നു പോകേണ്ട ലെസൻസ് ഡിഫറെൻ്റ് ആണ്. യെസ്, ഓഫ് കോഴ്സ് ഈ ഒരു ലോകത്ത് നമ്മളിലൂടെ അവർ ഈ ലോകത്തിലേക്ക് വന്നതുകൊണ്ട് ആ ഒരു പ്രൊട്ടക്ഷനോ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഒക്കെ നമ്മൾക്ക് ഏറ്റെടുക്കാൻ പറ്റും. പക്ഷേ അവരുടെ ലൈഫിൽ ഉള്ള ചോയ്സുകളടക്കം എക്സ്ട്രീം ലെവലിൽ നമ്മൾ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ഉള്ളിലെ ഷാഡോ സെൽഫ് ആണെന്ന് മനസ്സിലാക്കി ആ ഒരു കോഡിനെ അടക്കം നമ്മൾ കട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. കട്ട് ചെയ്യുമ്പോൾ 2 സൈഡിൽ നിന്നും ആ ഒരു എനർജി റിലീസ് ആവുന്നതായിട്ട് മനസ്സിലാക്കുക. ഇനി ഒരു കാര്യം, പ്രത്യേകിച്ചും ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ളവർക്ക്, അവർ ഒരു പക്ഷേ ഇന്നർ വർക്ക് ഇൻറ്റൻസായിട്ട് ചെയ്തു വരുമ്പം പലപ്പോഴും മക്കളിൽ, പ്രത്യേകിച്ചും മക്കളിലാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇൻ ദ സെൻസ് അസുഖങ്ങളായിട്ടോ അല്ലെങ്കിൽ ബിഹേവിയർ പാറ്റേൺസിൽ ചേഞ്ചസ് ആയിട്ടോ ഒക്കെ കണ്ടുവരാറുണ്ട്. ആദ്യത്തെ കാര്യം, ഇവിടെ ഞാൻ ഈ ജേർണിയിലായതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ എഫക്റ്റ് ആവുന്നു എന്നുള്ള ഒരു ഗിൽട്ട് എനർജിയിലേക്ക് വരാതിരിക്കുക. ഇതിനു മുമ്പ് പറഞ്ഞ പോലെ ആ സോളിൻ്റെ ഒരു ലെസൺ മേ ബി ആ ഒരു ഫേസിലൂടെ കടന്നു പോകുമ്പോഴായിരിക്കും ആ ഒരു ലെസൺ അതിന് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്, അത് മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ നമ്മൾ നെഗറ്റീവായിട്ട് കണക്റ്റ് ആയിരിക്കുന്ന ആ ഒരു എനർജീനെ കട്ട് ചെയ്ത് വിടുക. അപ്പം പലരും ചോദിക്കാറുണ്ട്, മക്കളുമായിട്ട് നമ്മളുടെ ലൈഫ് പാർട്ട്ണറുമായിട്ടും കോഡ് കട്ട് ചെയ്യാമോ എന്നുള്ളത്. കോഡ് കട്ടിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ നെഗറ്റീവ് എനർജീസ് നമ്മൾ കൊടുക്കുന്ന ആ ഒരു നെഗറ്റീവ് വൈബ്രേഷനെയാണ് നമ്മൾ കട്ട് ചെയ്ത് വിടുന്നത്. അല്ലാതെ നമ്മൾ ആ ഒരു റിലേഷൻ നമ്മളുടെ ലൈഫിൽ നിന്നും പോകണമെന്നുള്ള ഒരു ഇൻറ്റൻഷൻ അല്ല അവിടെ കൊടുക്കുന്നത്. അതല്ലാണ്ട് അതായത് ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഇൻറ്റൻഷനിൽ 2 സോൾസിൻ്റെയും ഹയസ്റ്റ് ഗുഡിനായിട്ടാണ് നമ്മളിപ്പം കാർമിക് കോഡ്സ് ആണെങ്കിലും സോൾമേറ്റ് കോഡ്സ് ആണെങ്കിലും ഒക്കെ കട്ട് ചെയ്ത് വിടുന്നത്. അപ്പം ഒരു തരത്തിലുള്ള പേടിയുടെ ആവശ്യമില്ല. ഈ ഒരു എനർജറ്റിക് വൈബ്രേഷൻ്റെ മിസ്മാച്ച് താങ്ങാനുള്ള കഴിവ് ആ സോളിനില്ലെങ്കിൽ അത് പലപ്പോഴും ഒരു നെഗറ്റീവ് വേയിൽ നമ്മൾക്ക് ട്രിഗർ തരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല പോസിബിലിറ്റീസിനെയും പല തരത്തിലുള്ള പ്രശ്നങ്ങളെയും നമ്മൾ അതിജീവിക്കാനായിട്ടാണ് ഈ കോഡ് കട്ടിംഗ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്, നെഗറ്റീവ് കോഡ് കട്ടിങ്ങിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ നിന്നും ഉള്ള നമ്മുടെ ലോവർ വൈബ്രേഷണൽ എനർജി നമ്മൾ ഇനിയൊരു സോളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് ആ 2 സോൾസിനെയും എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ കോഡ് കട്ടിംഗ് പ്രോസസ്സ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത്രയുമാണ് സോൾമേറ്റ്സിൽ കോഡ് കട്ടിങ്ങിനെ കുറിച്ച് പറയാറുള്ളത്. ഇനി 2 കാര്യങ്ങളൂടെ ഇവിടെ കംപ്ലീറ്റ് ചെയ്യണമെന്ന് മനസ്സിൽ നിന്ന് വരുന്നു. ഒരു കാര്യം, ട്വിൻ ഫ്ലെയിം ജേർണിയിൽ വന്നു കഴിയുമ്പം ഡിവൈൻ ഫെമിനൈൻസിന് അവരുടെ ലൈഫിലൊരു ലൈഫ് പാർട്ട്ണർ, അത് ഈവൻ സോൾമേറ്റ് ആണെങ്കിൽ പോലും, ഫസ്റ്റ് തിങ് 3D യൂണിയൻ നടക്കാറുണ്ടോ സോൾമേറ്റിനെ പാർട്ട്ണറായിട്ട് ഉണ്ടെങ്കിൽ എന്നൊക്കെ ഉള്ളൊരു ചോദ്യത്തിന് ഉത്തരം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെങ്കിൽ, അവേക്കനിങ്ങിലാണെങ്കിൽ യൂണിവേഴ്സ് എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും ഒരു 3D യൂണിയന് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ 3D യൂണിയൻ എന്താണെന്ന് പറഞ്ഞാൽ ആ 5Dയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു യൂണിയൻ, അതായത് DM, നമ്മളുടെ ഇന്നർ DM ആൻഡ് DF ബാലൻസിങ്ങിനെ 3Dയിലേക്ക് നമ്മുടെ മസ്കുലൈൻ എനർജി ഗ്രൗണ്ട് ചെയ്യുന്നതിനെയാണ് 3D യൂണിയൻ എന്ന് പറയുന്നത്. അതിപ്പം പെർട്ടിക്കുലറായിട്ട് കല്യാണം എന്ന് മാത്രം പറയാൻ പറ്റില്ല. ഒരു യൂണിയൻ എനർജി, കമ്പൈൻഡ് പർപ്പസ് ചെയ്യാനുള്ള ഒരു എനർജി, അതിപ്പോൾ ഒരിടത്ത് താമസിക്കുന്ന ആവാം, കല്യാണമാവാം, ആ ഒരു എനർജറ്റിക് അലൈൻമെൻറ്റ് 3Dയിൽ ഗ്രൗണ്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു മീനിങ്. അപ്പോൾ സോൾമേറ്റ് ആയിട്ട് ഒരാളുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ 3D യൂണിയൻ നടക്കുമോ എന്നുള്ളത് എഗെയിൻ അത് സോൾ കോൺട്രാക്റ്റിൻ്റെ അനുസരിച്ചാണ്. കാരണം ഇവിടെ ഒരു പോസിബിലിറ്റി, ഈ പറഞ്ഞ പോലെ ഒരു പോസിബിലിറ്റി ഉണ്ട്. എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും ഡിവൈനായിട്ട് നമുക്ക് യൂണിവേഴ്സായിട്ട് തരുന്നുണ്ട്. സോൾ ജേർണിയാണ്. അപ്പോൾ ഈ ഒരു അനുഗ്രഹം, ഈ ഒരു ഡിവൈൻ്റെ സപ്പോർട്ട് എടുത്തുകൊണ്ട് നമ്മൾ എത്രത്തോളം ഇൻറ്റൻസ് ഹീലിംഗ് നമ്മളിൽ ചെയ്യുന്നു അതിൻ്റെ അനുസരിച്ചായിരിക്കും ഈ ജന്മത്തിലാണോ ഇനിയൊരു ജന്മത്തിലാണോ ഈ ഒരു യൂണിയൻ നമ്മൾ ഗ്രൗണ്ട് ചെയ്യുക എന്നുള്ളത്. ഹീലിംഗ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു കമ്പൈൻ പർപ്പസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ജേർണിനെ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് ഈ ജേർണിയിൽ വരുമ്പം സോൾമേറ്റ് ആണ് ലൈഫ് പാർട്ട്ണർ എങ്കിൽ, പ്രത്യേകിച്ചും ഫെമിനൈൻ എനർജീസിന് ഒരു സെക്ഷൽ ഇൻറ്റിമസിയിൽ വരാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട്
ഉണ്ടാവാറുണ്ടെന്നുള്ളത് അത് വാസ്തവമായ കാര്യമാണ് ഇനിഷ്യൽ ഡേയ്സിൽ. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ആദ്യത്തെ കാര്യം ഈ ജേർണി പഠിപ്പിക്കുന്നത് നമ്മൾക്ക് വേണ്ടി നമ്മൾക്ക് സ്റ്റാൻഡ് എടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം ഈ ജേർണി പഠിപ്പിക്കുന്നത് നമ്മളുടെ കുണ്ടലിനി അവേക്കനിങ്. അപ്പോൾ ഈ കുണ്ടലിനി അവേക്കൺ ആവണമെങ്കിൽ നമ്മളുടെ റൂട്ട് ചക്രയിലുള്ള ആ ഒരു കുണ്ടലിനി ശക്തിനെ നമ്മുടെ സേക്രൽ ചക്രയിലുള്ള സെക്ഷൽ എനർജിയിലൂടെ അത് മുകളിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഈ കുണ്ടലിനി അവേക്കൺ ആവുന്നത്. സോ ആ ഒരു ടൈം പീരീഡിൽ മേ ബി യൂണിവേഴ്സായിട്ട് അവിടെ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ അവിടെ ഒരു ഡിസ്റ്റർബൻസ് ആ ഒരു സെക്ഷൽ ഇൻറ്റിമസിയിലൊക്കെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് പോസിബിലിറ്റി ഉണ്ട്. അത് അതിനെ അത്രയും സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. ആദ്യത്തെ കാര്യം മനസ്സിലാക്കുക, ഈ ഒരു ജേർണി, അതായത് ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ളവർ വളരെ റെയറാണ്. അപ്പം ഈ ഒരു ചാനലിൽ പോലും വളരെ കുറച്ച് ട്വിൻ ഫ്ലെയിംസേ കാണത്തുള്ളൂ. അത് വാസ്തവമായ കാര്യമാണ്. അത്രയും പ്യുവറായിട്ടുള്ള പൈസായിട്ടുള്ള ഒരു മാസ്റ്റർ സോൾസ് ആയിരിക്കും ട്വിൻ ഫ്ലെയിംസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോബബ്ലി ഒരു സ്പിരിച്വൽ അവേക്കനിങ് ജേർണിയിൽ വരുമ്പോഴും നമ്മളുടെ ലൈഫിൽ അങ്ങനെ ഒരു കർമ്മയുടെ അനുസരിച്ച്, പാസ്റ്റ് ലൈഫിൽ നിന്ന് നമ്മൾ ക്യാരി ചെയ്തുകൊണ്ട് വരുന്ന കർമ്മയുടെ അനുസരിച്ച് ഏതെങ്കിലും ഒരു സോൾ വന്ന് നമ്മൾക്ക് ആ ഒരു അവേക്കനിങ്ങിലേക്ക് നമ്മളെ പുഷ് ചെയ്യുന്ന ഒരു പ്രോസസ്സും പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് എവിടെയെങ്കിലും ആ ഒരു സെക്ഷൽ എനർജീനെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇഷ്ടമില്ല എങ്കിൽ അതിനുവേണ്ടി സ്റ്റാൻഡ് എടുക്കുക എന്നുള്ളതാണ് നമുക്കവിടെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ പിന്നെയും ഒരു ക്വസ്റ്റ്യൻ, എൻ്റെ ഹസ്ബൻഡിനെ അല്ലെങ്കിൽ എൻ്റെ വൈഫിനെ ഞാൻ അതെൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി മെസ്സേജുകൾ വരാറുണ്ട്. ഏതൊരു സ്പിരിച്വൽ ജേർണിയിലും നമ്മൾ പഠിക്കുന്നത് ആദ്യം ഡിവൈൻ, അത് കഴിഞ്ഞ് നമ്മൾക്ക് എന്താണോ വേണ്ടത് അതിന് ഓപ്പണായിട്ട് ഓപ്പോസിറ്റിൽ നിൽക്കുന്ന സോളിനോട് എക്സ്പ്രസ് ചെയ്യുക. അതാണ് ഈ ത്രോട്ട് ചക്ര ഓപ്പൺ ആവുക എന്ന് പറയുന്നത്. സോ അതിനെ അംഗീകരിക്കുന്നവർ അല്ലെങ്കിൽ നമ്മളായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നവർ മാത്രമേ നമ്മളുടെ സോൾ ജേർണിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുള്ളൂ എന്ന് ഉള്ള വാസ്തവമായ കാര്യം, സത്യത്തെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് പറഞ്ഞു തരാനുള്ളത്. ഇനി ഒറ്റ കാര്യവും കൂടെ പറഞ്ഞിട്ട് ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഒത്തിരി ഡൗട്ട്സ് വരാറുണ്ട്. ഞാൻ ട്വിൻ ഫ്ലെയിം ജേർണിയിലാണ്, എനിക്ക് സോൾമേറ്റിനെ ചൂസ് ചെയ്യാമോ? എനിക്ക് തോന്നുന്നു 2 ദിവസം മുമ്പ് ഒരു മെസ്സേജ്, ഒരു കമൻ്റായിട്ട് കണ്ടിരുന്ന ഒരു സബ്സ്ക്രൈബറിൻ്റെ കമൻറ്റ്. ഇതിന് പല പ്രാവശ്യം ആൻസർ പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങളൊരു ട്രൂ ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ ടാസ്ക് വന്നിട്ട് നിങ്ങളുടെ സ്പിരിച്വൽ അവേക്കനിങ് ആണ്. അവേക്കനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെന്ന് അറിയുന്നത് മാത്രമല്ല അവേക്കനിങ് എന്ന് പറയുന്നത്, ഞാൻ ഈ ജേർണിയിലാണെന്ന് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് എൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത്, റിമൈനിങ് ലൈഫ് ഓൾറെഡി അത് ദൈവത്തിൻ്റെ കയ്യിലാണെന്നുള്ള ഒരു റിയലൈസേഷനിൽ വന്നുകൊണ്ട്, അതായത് പാസ്റ്റിൽ നടന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ പ്ലാൻ അനുസരിച്ചല്ലായിരുന്നത്, അത് ആ ഒരു യൂണിവേഴ്സൽ പ്ലാൻ അനുസരിച്ചായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ടുള്ള എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ്, അതായത് എൻ്റെ ജേർണിയുടെ ഡയറക്ഷൻ, എൻ്റെ ലൈഫ് ജേർണിയുടെ ഡയറക്ഷൻ അടക്കം ആ ഒരു യൂണിവേഴ്സൽ പ്ലാനിൻ്റെ അക്കോർഡിംഗ് ആണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ സ്പിരിച്വൽ ടീം, നമ്മുടെ സ്പിരിറ്റ് ഗൈഡ്സിനെയും സ്പിരിച്വൽ ടീമിനോടും കണക്റ്റ് ആയിക്കൊണ്ട് നമ്മുടെ ഇന്നർ ഗൈഡൻസ് എടുത്തുകൊണ്ട് അത്രയും സറണ്ടേർഡായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുമ്പോഴാണ് നമ്മൾ ആ അവേക്കനിങ്ങിൽ കുറച്ച് മുമ്പോട്ട് വന്നു എന്നുള്ള ഒരു കാര്യം മനസ്സിലാകുന്നത്. അപ്പോൾ ഈ ഒരു ജേർണിയിലാണ് എനിക്ക് എൻ്റെ സോൾമേറ്റിനെ ഞാൻ സെലക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഈ ഒരു ജേർണിയിലാണെങ്കിൽ, ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെങ്കിൽ, നിങ്ങളുടെ അവേക്കനിങ്ങിൽ ശ്രദ്ധിക്കുക. എന്നാണോ നിങ്ങളുടെ അവേക്കനിങ്ങിൽ നിങ്ങളുടെ പർപ്പസിലടക്കം വന്ന് നിങ്ങളുടെ ഇന്നർ ഡി എം ആൻഡ് ഇന്നർ ഡി എഫിനെ ബാലൻസ് ചെയ്തുകൊണ്ട് ഒരു അബണ്ടൻസിൽ ജീവിക്കുന്നത്, അന്ന് നിങ്ങൾക്ക് അതിനെയും 20s-ലാണോ 30s-ലാണോ 40s-ലാണോ 50s-ലാണോ എന്നല്ല, ഇനിയൊരു പാർട്ട്ണറിൻ്റെ ആവശ്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നില്ല. കാരണം അത്രയും കംപ്ലീറ്റ്നെസ് വരും. ആ ഒരു മൊമെൻ്റ്, അത്രയും സെൽഫ് ഫുൾഫിൽമെൻറ്റിൽ ഇരിക്കുന്ന ഒരു സമയത്ത് മാത്രമേ നിങ്ങളുടെ സോൾമേറ്റ് നിങ്ങളുടെ ലൈഫിൽ വരത്തുള്ളൂ. ഒരു പക്ഷേ ട്വിൻ ഫ്ലെയിമിന് അവിടെ ഒരു ട്വിൻ ഫ്ലെയിം 3D യൂണിയൻ്റെ പോസിബിലിറ്റി ഇല്ലെങ്കിൽ, ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ഫെമിനൈൻ എനർജി ഇപ്പം എർത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യരൂപത്തിൽ
മസ്കുലൈൻ എനർജി സ്പിരിച്വൽ വേൾഡിൽ നിന്നാണ് അവർക്ക് ഹെൽപ്പ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഓരോ ജേർണീസിൽ 3D യൂണിയൻ പോസിബിലിറ്റി ഈ ഒരു ജന്മത്തിൽ കാണില്ല. അങ്ങനെ ഉള്ളപ്പം അവർക്ക് അവരുടെ സോൾമേറ്റ് വരണമെങ്കിൽ പോലും നിങ്ങൾ അത്രയും സെൽഫ് ലവിൽ ഇരിക്കുമ്പോൾ മാത്രമേ, അത്രയും സെൽഫ് ഫുൾഫിൽമെൻറ്റിൽ ഇരിക്കുമ്പോൾ മാത്രമേ നിങ്ങളുടെ സോൾമേറ്റ് നിങ്ങളുടെ ലൈഫിൽ വരത്തുള്ളൂ. അവിടെ ചോയ്സ് ഡെഫിനറ്റ്ലി യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നതാണ്. പക്ഷേ ജേർണിയുടെ ഇനിഷ്യൽ സ്റ്റേജിൽ ഒരു പക്ഷേ നമ്മൾ ഒരു ലൈഫ് പാർട്ട്ണറിനെ ചൂസ് ചെയ്യണമെന്നുള്ള രീതിയിൽ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെ നമ്മുടെ കാർമിക് പാർട്ട്ണർ ആയിരിക്കും നമ്മുടെ ലൈഫിലേക്ക് വരുന്നത്. എഗെയിൻ അവിടെ കർമ്മ ക്രിയേറ്റ് ആവുകയാണ്. എഗെയിൻ അവിടെ യൂണിവേഴ്സ് തന്നിരിക്കുന്ന ഫ്രീ വില്ലിനെ ഉപയോഗിച്ച് നമ്മളുടെ പാസ്റ്റ് ലൈഫ് തൊട്ടുള്ള പല ലൂപ്സിലേക്ക് പിന്നെയും പോവുകയാണെന്ന് മാത്രം മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയുമാണ് സോൾമേറ്റ്സിലുള്ള എത്രിക് കോഡ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇതല്ലാതെ ഇതേ സീരീസിൽ ഇനി 2 വീഡിയോസ് കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതായത് എത്രിക് കോഡ്സ് എന്താണെന്നും കാർമിക് എത്രിക് കോഡ്സ് എന്താണെന്നും, അടുത്ത വീഡിയോയിൽ ട്വിൻ ഫ്ലെയിമുമായിട്ടുള്ള കോഡ്സ് എന്താണെന്നും അതിനെ കട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ഒത്തിരി ഡൗട്ട്സ് ഉണ്ട് ഈ കമ്മ്യൂണിറ്റിയിൽ. അതിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഹെൽപ്ഫുൾ ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ്, സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ സെപ്റ്റംബർ 11th, 12th and 13th ഹീലിംഗ് സെഷൻ കോഡിപ്പെൻഡൻസി ആൻഡ് കൺട്രോളിങ് ഇഷ്യൂസിനെ കുറിച്ച് മനസ്സിലാക്കി അതിനെ എങ്ങനെ ഹീൽ ചെയ്യാമെന്നും, തിയറി ആയിട്ട് ക്ലാസ് ആൻഡ് മെഡിറ്റേഷൻസ്, ലൈവ് മെഡിറ്റേഷൻസ്, ടൂൾസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനുള്ള 3 ഡേയ്സിൻ്റെ ഒരു സെഷൻ ഉണ്ട്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ അവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ആൻഡ് പെയ്ഡ് സെഷൻസിന് വേണ്ടിയും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. ബ്ലെസ്സിങ്സ്. ഓം നമഃ ശിവായ.